ഫുട്ബോൾ ആരാധകർക്കിനി ആവേശത്തിന്റെ നാളുകളാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പായി മാറാൻ പോവുകയാണ്. ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് ഫുട്ബോളിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് കായിക ലോകത്തിന്റെ വിലയിരുത്തൽ. ജൂലൈ 13 ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടന്നത്. ഉറുഗ്വേ ആയിരുന്നു ആദ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. എസ്റ്റാഡിയോ സെന്റനാറിയോ സ്റ്റേഡിയത്തിൽ അങ്ങനെ കാൽപന്ത് കളിയുടെ ബോട്ടുകൾ കുതിച്ചുപാഞ്ഞു. അന്ന് ലോകകപ്പിൽ വെറും 13 ടീമുകൾ മാത്രമാണ് പങ്കെടുത്തത്. യൂറോപ്പിൽ നിന്ന് ഫ്രാൻസ്, ബെൽജിയം, റൊമാനിയ, യൂഗോസ്ലാവിയ എന്നീ 4 ടീമുകൾ മാത്രം. അന്നത്തെ കാലത്ത് യൂറോപ്പിൽ നിന്ന് ഉറുഗ്വേയിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യാൻ ആഴ്ചകൾ എടുത്തിരുന്നു. ആ കാരണത്താൽ പല യൂറോപ്യൻ രാജ്യങ്ങളും മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ 4 ടീമുകളും കപ്പലിൽ ഒരുമിച്ച് ദീർഘയാത്ര നടത്തിയാണ് ലോകകപ്പിനെത്തിയത് എന്നാണ് കൗതുകം. അന്ന് ഫൈനലിൽ അർജന്റീനയെ 4-2 തോൽപ്പിച്ച് ഉറുഗ്വേ ആദ്യ ലോകകപ്പ് ജേതാക്കളായി. ഈ ലോകകപ്പോടെ ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായി ഫിഫ വേൾഡ് കപ്പ് വളർന്നു. ഇപ്രാവശ്യം ലോകകപ്പ് 3 രാജ്യങ്ങളിലായാണ് നടക്കുന്നത്: യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയങ്ങളുടെ ഭംഗിയും സാങ്കേതിക സംവിധാനങ്ങളും മുൻ ലോകകപ്പുകളേക്കാൾ വ്യത്യസ്തമായ അനുഭവമാകുമെന്ന് ഉറപ്പ്. ഇന്ത്യൻ ആരാധകർക്കിടയിൽ പ്രധാന ചർച്ചയാകുന്നത് മത്സരങ്ങളുടെ സമയമാണ്. അമേരിക്കൻ സമയക്രമം കാരണം മിക്ക മത്സരങ്ങളും ഇന്ത്യയിൽ രാത്രി 12:30, പുലർച്ചെ 3:30, രാവിലെ 6:30 എന്നീ സമയങ്ങളിലായിരിക്കും നടക്കുക. എന്നിരുന്നാലും ലോകകപ്പ് ആവേശം വരുമ്പോൾ രാത്രി ഉറക്കമൊഴിയുക എന്നത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് പുതുമയുള്ള കാര്യമല്ല. 1954 സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോകകപ്പാണ് ആദ്യമായി ടെലിവിഷൻ വഴി സംപ്രേഷണം ചെയ്തത്. അതിനു മുമ്പുള്ള ലോകകപ്പുകൾ റേഡിയോ വഴിയാണ് ആളുകൾ കേട്ടിരുന്നത്. 1930 ഉറുഗ്വേയിൽ നടന്ന ആദ്യ ലോകകപ്പിൽ തന്നെ റേഡിയോ സംപ്രേഷണവും ആരംഭിച്ചു. 2026 ഫിഫ ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക സംപ്രേഷണ അവകാശം ഇപ്പോഴും ഫൈനലായിട്ടില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സി എന്റർടൈൻമെന്റ് ഫിഫയുമായി അവസാനഘട്ട ചർച്ചയിലെന്നാണ് വിവരം. 2022 ലോകകപ്പ് ഇന്ത്യയിൽ ജിയോ സിനിമയും സ്പോർട്സ് 18 സംപ്രേഷണം ചെയ്തിരുന്നത്. തുടക്കത്തിൽ ഫിഫ $100 മില്യൺ, ഏകദേശം 950 കോടി ഇന്ത്യൻ റുപ്പി വരെ ഇന്ത്യയിലെ സംപ്രേഷണ അവകാശത്തിന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അത് കുറച്ചെങ്കിലും കമ്പനികൾ ഇപ്പോഴും വില കൂടുതലായി കണക്കാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം.